പലപ്പോഴും ഒ പിയിൽ പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്, മരുന്ന് തീർന്നു കഴിഞ്ഞപ്പോൾ പഴയ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അത് തരില്ല എന്ന് പറഞ്ഞു. ഇതങ്ങനെ കഴിക്കാൻ പാടില്ല, ഇത് പ്രശ്നമാണ്, ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിലായിട്ട് തരില്ല എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ പേഷ്യൻ്റ് പാനിക്കായിട്ട് നമ്മളെടുത്ത് വന്ന് ചോദിക്കും, അതെന്താ ഡോക്ടർ അങ്ങനെ തരില്ല എന്ന് പറയുന്നത്, പ്രശ്നമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഒരിക്കലും മരുന്ന് ഡേഞ്ചറസ് ആയതുകൊണ്ടല്ല. ഇത് കൃത്യമായ പ്രിസ്ക്രിപ്ഷനും കൃത്യമായ ഡോക്യുമെൻറ്റേഷനും ഇല്ലാതെ നിങ്ങൾക്ക് തരാൻ പാടില്ല, അതായത് പേഷ്യൻസിന് കൊടുക്കാൻ പാടില്ല എന്നുള്ള ക്ലിയർ ലോ ഉണ്ട്. കാരണം ഏതൊരു മരുന്നും ജുഡീഷ്യസ്ലി അതിൻ്റെ രീതിയിലല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്കറിയാം, ആൻറ്റിബയോട്ടിക്കുകൾ നമുക്കൊരു ചുമ വന്നാൽ അല്ലെങ്കിൽ ഒരു തൊണ്ടവേന വന്നാൽ ഉടനെ പോയി ഐസിത്രോമൈസിൻ എല്ലാവരും വാങ്ങി കഴിക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സും കൺട്രോൾഡ് ആണ്, നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ആൻറ്റിബയോട്ടിക്സും കിട്ടില്ല. അതേപോലെ സൈക്കാട്രിക് മെഡിസിൻസ് പണ്ടേ കൺട്രോൾഡ് മെഡിസിൻസ് ആണ്, നിങ്ങൾക്ക് ഡേറ്റഡ് പ്രിസ്ക്രിപ്ഷൻ വേണം. ഇന്നത്തെ ഡേറ്റിൽ ഉള്ള പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മരുന്ന് കിട്ടുള്ളൂ, പഴയ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയാൽ കിട്ടില്ല. അതൊരിക്കലും അത് ഡേഞ്ചറസ് ആയതുകൊണ്ടല്ല.